ഈ ഒരു മെറ്റീരിയൽ തന്നിട്ട് കസ്റ്റമർ വന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മോഡൽ ഫ്രോക്ക് ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. നമ്മളോട് മോഡൽ സെലക്ട് ചെയ്യാൻ പറയുമ്പോഴാണ് പ്രശ്നമുള്ളത്. കാരണം നമ്മൾ സെലക്ട് ചെയ്യുന്ന മോഡൽ അവർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ല എന്നുള്ള ആകെ ഒരു കൺഫ്യൂഷനാണല്ലോ വരിക. പിന്നെ യൂട്യൂബ് സെർച്ച് ചെയ്യണം, നോക്കണം ഏതാണ് നല്ല മോഡൽ നോക്കണം. എല്ലാം കൂടെ ഒരു ടൈമും എല്ലാം കൊണ്ടും ടൈമും കൂടെ നഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഈ നമ്മോട് മോഡൽ സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ. അവർ മോഡൽ തന്നിട്ട് ചെയ്യാൻ പറയണമെങ്കിൽ നമുക്ക് ഒരു ടെൻഷനില്ല. കാരണം ടൈം വേസ്റ്റ് ആവില്ല. കാരണം അതേ ആ പറഞ്ഞ മോഡൽ മാത്രം നമുക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ യൂട്യൂബ് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയൊരു മോഡലാണ്. ഈ ഒരു മോഡലാണെങ്കിൽ ഞാൻ തീരെ ചെയ്തിട്ടില്ല. എന്നാൽ പിന്നെ ഇതന്നെ ആയിക്കോട്ടെ രമണ. ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിംഗ് ഒക്കെ സിമ്പിളാണ്. കാരണം 2 സ്ക്വയർ ആയിട്ടുള്ള പീസാണ് ഞാനിതിന് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണ്. അതായത് അതിൻ്റെ സെൻട്രൽ പാർട്ടിൽ വന്ന ആ യോക്ക് പാർട്ടിൽ വന്ന് ഇതിൻ്റെ ആ ഭാഗത്ത് നമ്മൾ ഒരേപോലത്തെ പ്ലീറ്റാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ആ പ്ലീറ്റിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് 6 ഇഞ്ചാണ്. ഈ ഒരു ഫ്രോക്കിൽ മെയിനായിട്ട് വർക്ക് വരുന്നത് ആ പ്ലീറ്റും ഇടുമ്പോൾ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ നെക്കിൻ്റെ ആ ഭാഗത്ത് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. അതേപോലെ തന്നെ സ്ലീവ് ഇതേപോലെ ക്രോസ് പീസ് വെച്ചിട്ട് ഈ ഒരു മോഡലിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു. പിന്നെ എത്രയാണ് മെഷർമെൻറ്റ് അത് ആ ഒരു മെഷർമെൻറ്റിൽ അളവിട്ടിട്ട് അതിൻ്റെ അടിഭാഗം കൂടെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. എൻ്റെ കിട്ടിയാൽ പറയേ ഈ ഒരു ഫ്രോക്കൊക്കെ തയ്ക്കാൻ ഇത്ര സമയം വേണ്ടിയുള്ളൂ. അവർ ഈ 1 മിനിറ്റിൻ്റെ വീഡിയോസ് മാത്രമല്ലേ അവർ കാണുന്നുള്ളൂ. അതിൻ്റെ പിന്നിലുള്ള എഫേർട്ട് മുഴുവൻ ഈ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്കല്ലേ അറിയുള്ളൂ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ചില ഫ്രോക്കൊക്കെ 1, 2, 3 ദിവസമൊക്കെ എടുത്തിട്ടാണ് നമ്മൾ അതൊരു ഫ്രോക്കാക്കി എടുക്കണം തന്നെ. ആ ഒരു ബുദ്ധിമുട്ടും കാര്യമൊന്നും അവരറിയണില്ലല്ലോ. അവരത് സ്പീഡിലുള്ള 1 മിനിറ്റിലുള്ളൊരു വീഡിയോസ് മാത്രം അവർ കാണുന്നത്. ഓഹോ ഇത്ര സിമ്പിളാണ് ഈ ഫ്രോക്കൊക്കെ എന്ന് കരുതും. അപ്പം അത്രയേ ഉള്ളൂ.